എത്രയോ ശുഭത്തുകൾ, കുഫറിന്റെ വാക്കുകളും കുഫറിന്റെ സംശയങ്ങളും നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുഫറിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നമ്മൾ പോകരുത്. ആ സമയത്ത് നല്ലത് പ്രവർത്തിക്കുക. ഹദീസ് നിഷേധികൾ, അതുപോലെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ, അതുപോലെ നിരീശ്വരത്വവും മതനിഷേധവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇവരൊക്കെ അവരുടെ സംസാരങ്ങളിൽ പടച്ചുവിടുന്ന ശുഭത്തുകൾ, സംശയങ്ങൾ, അത് കേൾക്കാനും വായിക്കാനും നമ്മൾ പോകരുത്. ഇത് പോകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ വിചാരിക്കുന്നത് നമുക്കതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടെന്നാണ്, നമുക്കതിനെതിൽ ദീനിന്റെ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, ദീനിന്റെ തെളിവുകൾ വളരെ ശക്തമാണ്. പക്ഷെ സഹോദര, നിന്റെ ഹൃദയം അത്ര ശക്തല്ല. പലരുടെ ഹൃദയങ്ങൾ പാവങ്ങൾ കൊണ്ട് കേടുവന്നിട്ടുണ്ട്, ദുർബലമാണ്. മാത്രമല്ല, പഠിക്കാനൊന്നും അവന് നേരില്ല. സംശയം തലയിൽ കയറിയിട്ടുണ്ടാവും, കൽബിൽ അരിച്ചിറങ്ങിയിട്ടുണ്ടാവും. അതിനുള്ള മറുപടി അവൻ കേൾക്കാനോ പഠിക്കാനോ ആളുകൾക്ക് നേരെയില്ല. അത് ബാക്കി ശുഗലിലാണ്. ശൈത്താൻ ഇത് എളുപ്പത്തിൽ എത്തിച്ചേരും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആളുകളെല്ലാ ബാത്തിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദീനിനെ കുറിച്ച് സംശയമുണ്ടോ, നമ്മൾ അറിവുള്ള ആളുകളോട് അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവർ മാത്രം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുക. പരസ്യമായി ഇതുപോലുള്ള ശുഭത്തുകൾ ചോദിക്കപ്പെട്ടാൽ ചിലപ്പോ ബുദ്ധി കുറഞ്ഞ പാപങ്ങൾ മൂടിയ ചില ആളുകളുടെ കൽബിൽ അത് പതിയും. ഉത്തരവം വല്ലാതെ കൽബിൽ കയറിയിട്ടുണ്ടാവില്ല, ചില ചോദ്യങ്ങൾ വല്ലാതെ കയറിയിട്ടുണ്ടാവും. ശുഭത്തുകൾ പരസ്യമായി ജനങ്ങൾ ഒന്നാകെ കേൾക്കാൻ അവസരം കൊടുക്കുന്നതിന്റെ അപകടം ഇതാണ്, വലിയ അപകടം ഇതാണ്. ഒന്നായിട്ട് എല്ലാവരും മണിയും ചോദിച്ചോളും, മറുപടി ഇപ്പം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിന്റെ അപകടം, വലിയ അപകടങ്ങളിൽ ഒന്ന് ഇതാണ് സഹോദരങ്ങളെ. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ മജ്‌ലിസുകളിൽ നമ്മൾ കാണുക, സംശയങ്ങൾ എഴുതി കൊടുക്കലാണ്. എഴുതി കൊടുത്താൽ അവർ വായിക്കും. വേണ്ടാത്ത ജാതി സംശയങ്ങളാണ് അപ്പൊ തന്നെ ചുരുട്ടിട്ട് അവിടെ ഇടും. ജനങ്ങളുടെ മുന്നിൽ പരസ്യമായത് വായിച്ച് അതിന് മറുപടി പറയാൻ അവർ നിൽക്കുകയില്ല. കാരണം അത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. ഒരാളും കേൾക്കാത്ത പുതിയ സംശയം ചിലപ്പോ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തത് ആളുകൾ പടച്ചുവിടും. അത് കേൾക്കുന്നവന് ചിലപ്പോ ആ ശുഭത്ത്, ദീനിനെ കുറിച്ചുള്ള, ദീനിൽ തന്നെ സംശയം ജനിപ്പിക്കുന്ന ശുഭത്ത് കൽബിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഉത്തരം ശരിക്ക് പതിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുഫറിന്റെ, ഷിർക്കിന്റെ വാക്കുകളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാറിക്കണം. ആളുകൾ അങ്ങനത്തെ അച്ഛനോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തേക്ക്, കേൾക്കാൻ നിൽക്കണ്ട, കാണാൻ നിൽക്കണ്ട. ആ നേരത്തെ നമുക്ക് നല്ലത് പഠിക്കാമല്ലോ. ഖുർആനിൽ ആയത്തുകൾ എത്ര നമുക്ക് ഹിഫ്ളുണ്ട്. ഒരായത്ത് പഠിച്ചാൽ, രണ്ടായത്ത് പഠിച്ചാൽ അതാ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞതുപോലെ 2 ചുവന്നൊട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും മുന്തിയ 2 വാഹനങ്ങൾ ആലോചിച്ച് നോക്ക്, അത് കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് 2 ആയത്തുകൾ പഠിക്കുക. 3 ആണെങ്കിൽ 3. അങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ സ്വത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, നമ്മൾ വിലമതിക്കുന്ന ഏത് കാര്യത്തിനേക്കാൾ വിലയുള്ള നമ്മുടെ ഈമാൻ, നമ്മുടെ സന്മാർഗം, അത് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വേണ്ടാത്ത വർത്തമാനങ്ങൾ കേൾക്കാൻ അത് കുറയും, അത് കൂട്ടുക. എങ്ങനെയാണ്? ഖുർആൻ പഠിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹായ ഹദീസുകൾ പഠിച്ച്, ദുആ ദിക്റുകൾ മനഃപ്പാഠമാക്കി, അതൊക്കെ ഈമാൻ നന്നായി ശക്തിപ്പെടുത്താനും അതിലായി മരിക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്.